ഹലോ സാമുൽ, പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? യാത്രയൊക്കെ സുഖമായിരുന്നു. റോഡൊക്കെ എങ്ങനെയുണ്ട്? റോഡൊക്കെ സാധാരണ ഉള്ള പോലെയൊക്കെ ഉണ്ട്. അല്ലാതെ ഉഴുതുമറിച്ച് കണ്ടം പോലെ അല്ല. കുറച്ച് പൊട്ടുമ്പുളിയൊക്കെ ഉണ്ട്. പക്ഷെ സാമുൽ, നമുക്കതൊക്കെ ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. എപ്പോ? ഈ വർഷം ഇവിടുത്തെ റോഡുകളിൽ എത്ര പേര് മരിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? പേരല്ലേ മരിക്കുന്നേ? പ്രോപ്പർ ആയിട്ടുള്ള ഡിവൈഡറും സിഗ്നലും സൈൻ ബോർഡും ഒന്നും ഇല്ലാത്തോണ്ടുള്ള മരണം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തുവാണ് ഇത്? പറയാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഈ മരണങ്ങൾക്കൊക്കെ ഉത്തരവാദി ആരാണ്? നിങ്ങളും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തോന്നിവാസം തന്നെയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഈ തന്തയില്ലാത്തവന്മാരെ നിലക്കിരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒറ്റ ഒരുത്തരം ജീവനോട് ഇവിടെ ഞാൻ വിടത്തില്ല. സാമുവലിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴേ കാര്യങ്ങൾ നടത്താനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. സമ്പാദിച്ചു കൂട്ടുന്നതിന് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ സാർ. അല്ല, ഞാനിപ്പോ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്റെ കുഞ്ഞു മരിച്ചത് അസുഖം വന്നിട്ടല്ല. നിങ്ങളുടെ അനാസ്ഥ കാരണം റോഡിലെ കുഴിയിൽ വീണാണ് എന്റെ കുഞ്ഞു മരിച്ചത്. അങ്ങനെ ഒരു രാത്രി കൊണ്ട് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അച്ഛനെ, അയാളുടെ വേദന നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്കറിയാമോ? അതിന്റെ വേദന നിനക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കണം. ഞാൻ കാണിച്ചു തരാം. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദ്യങ്ങളൊക്കെ പിന്നെ. ആദ്യം പുള്ളി പിടിച്ചു വെച്ചിരിക്കുന്നവരെ ഒന്ന് റിലീസ് ചെയ്യാൻ നോക്കട്ടെ. തൽക്കാലം നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിയല്ലോ. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങൾ അറിയിക്കാം. ഞങ്ങൾ ഇനി ഒഫീഷ്യലായിട്ട് ചില കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക്. സാമുവലുമായുള്ള മന്ത്രി ഐപ്പ് കല്ലറക്കലിന്റെ അനുരഞ്ജന സംഭാഷണം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി എന്തു സംഭവിക്കും എന്ന ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഭ്രാന്തെടുത്ത് കൈ ബോംബുമായിട്ടിരിക്കുന്നവന്റെ വായിരിക്കുന്ന കേൾപ്പിക്കാനാണോടോ ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? എടോ, 4 എണ്ണത്തിന്റെ ബന്ദിയാക്കിയിട്ട് സമയം കുറയായി. ഒരു ഓപ്പറേഷനിലൂടെ അവനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പോലീസ് പണിയൊക്കെ കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോടോ. എൻ്റെ കയ്യിൽ PWD ആയിപ്പോയി. ഹോമങ്ങാണോ ആയിരുന്നെങ്കിൽ. സാറിന് ഈ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പറ്റത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി തീരുമാനം എടുക്കാലോ. ഒരു ദാക്ഷിണ്യം വേണ്ട, കൊല്ലാനാണെങ്കിൽ കൊന്നേക്കണം. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്താണ് സാർ ചെയ്തത്? ആ കുഞ്ഞിന്റെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. സാർ, കേരളത്തിലെ ജനങ്ങൾ റോഡ് ടാക്സ് തരുന്നത് തോട്ടിലൂടെ വണ്ടി ഓടിക്കാനല്ല. സാർ, ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അവർക്കെതിരെ സാർ കേസെടുക്കണം. നടക്കില്ലടോ. തോക്കിന്റെ മുമ്പ് നിർത്തി കാര്യങ്ങൾ സഹായിച്ചെടുത്ത് നാട് നന്നാക്കാമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണോ എന്റെ മരണം? മനസ്സിലായല്ലോ? അതെ സാർ, ഓരോരോ തടസ്സങ്ങളും നമ്മളായിട്ട് ഇല്ലാതാക്കണം. അതാണല്ലോ നമ്മുടെ ശീലം. അതിനെ കളിയാക്കണം. അല്ല സാർ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. കൊല്ലണം. കൊന്നു തന്നെ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കണം. അധികാരം ഉണ്ടല്ലോ, എന്തും ചെയ്യാനുള്ള അധികാരം. അതെടുത്ത് അതില്ലാത്തവന്റെ മണ്ടയ്ക്ക് തന്നെ പ്രയോഗിക്കണം. അപ്പൊ പിന്നെ ആരും ശബ്ദിക്കില്ലല്ലോ. സാർ, ദയവായി ഈ കേസിൽ സാർ കുറച്ച് സംയമനം പാലിക്കണം. ഓ, ഒരു ഫിലോസഫി. ഒന്ന് പോടോ. ഇനി എന്നാ സംയമനം പാലിക്കാനാ? അയാളെ പോലെ തന്നെ ഭാര്യയും കുട്ടികളും ഉള്ളവരുടെ ജീവൻ വെച്ചിട്ട് അയാളിപ്പോ കളിക്കുന്നേ. സാർ, ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇനി അതല്ല, അത്രയും പേഷ്യൻസും എഫിഷ്യൻസിയും ഒക്കെ ഉള്ള ആളാണെങ്കിൽ താൻ സ്വന്തമായിട്ട് ഇതങ്ങ് ഡീൽ ചെയ്ത് അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റോണം. സാർ, ഒരു സ്ഥലം മാറ്റം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സാറൊന്നുമല്ല ഈ കസേരയിലിരിക്കാൻ യോഗ്യൻ. മനുഷ്യത്വമുള്ള നല്ല ആമ്പിള്ളേരാ. ഇപ്പൊ ഈ പറഞ്ഞതിന് നമ്മൾ ഒന്നുകൂടെ കാണേണ്ടി വരും. ഇവിടെ അല്ല, എൻ്റെ ഓഫീസിൽ. സാർ വിളിച്ചാൽ മതി, നമുക്ക് കാണാം. കാണാം. കാണാം.